കോഴിക്കോട് ബീച്ചിക്ക് വൈബടിക്കാൻ വരുന്ന വൈബോളികൾ ഇതൊന്ന് കാണണം. കാലിക്കറ്റ്സിലെ വോളണ്ടിയേഴ്സ് ആണ്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ട് വൃത്തിയാക്കി പോയതൊക്കെയാണ്. 3 ചാക്കോളം വേസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് പോയി പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കി ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, മഴയും കൂടി പെയ്താൽ അതിന്റെ മുകളിൽ വെള്ളമായിട്ടൊക്കെ എടുക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കണം. ഇന്നിപ്പോ ശനിയാഴ്ച, നാളെ ഞായർ, തിങ്കളാഴ്ച ഞങ്ങൾ വന്നു നോക്കിയാൽ നിങ്ങളിപ്പോ വൃത്തിയാക്കിയതിന്റെ ഡബിൾ സാധനം ഇവിടെ ഉണ്ടാവും. രണ്ടാമത് ക്ലീനാണ്. നമ്മളിപ്പോ ഇവിടെ ക്ലീൻ ചെയ്യാണ്, പക്ഷെ വേസ്റ്റ് ഫുള്ളുള്ളത് ഇവിടാണ്. അതിൽ തീരെ വേസ്റ്റ് ഇല്ല. ആൾക്കാരൊന്ന് ചിന്തിക്കുക, അതിലാണ് വേസ്റ്റ് കണ്ടെന്നുള്ളത്. തന്തയില്ലാത്തവന്മാര് തന്തയില്ലാത്തവൾമാര് തന്നെ ഇവരെ വിളിക്കേണ്ടി വരും. കാരണം നിങ്ങൾ നക്കിയതിന് ശേഷമുള്ള വേസ്റ്റും നിങ്ങളുടെ കുട്ടികളെ പമ്പേഴ്സും വൃത്തിയാക്കലല്ല ഈ കുട്ടികളെ പണി. ജസ്റ്റ് ഒരു 3 ദിവസം മുമ്പ് ഇവർ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഇവരും ഇവരുടെ ടീച്ചറും വൃത്തിയാക്കാൻ ഇറങ്ങേണ്ടി വരികയാണ് അവരുടെ നാട്. നമ്മളെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളല്ലേ ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. പക്ഷെ മലപ്പുറത്തു നിന്നും ഒരുപാട് ടീം ഈ കോഴിക്കോട് ബീച്ചിലേക്ക് വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട്. ആ വൈബോളികളോടാണ്, നിങ്ങൾ നക്കി മൂട് തട്ടി നീച്ച് പോണതിന് മുമ്പ് നിങ്ങൾ നക്കി ആ വേസ്റ്റ് നിങ്ങളുടെ കുട്ടിയുടെ പമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൊട്ടപ്പുറത്ത് 10 മീറ്റർ അപ്പുറത്തുണ്ടാവും വേസ്റ്റ് ബിന്ന്. അതിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയും നമ്മുടെ വരും തലമുറക്കും നമ്മളെ കുട്ടികൾക്കും ഇനിയും വൈബടിക്കാനുള്ള സ്ഥലമൊക്കെ തന്നെയാണ് നമ്മളെ ഈ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ടൂറിസ്റ്റ് പ്ലേസുകൾ. അത് നശിപ്പിക്കാതിരിക്കുക. കുറച്ചെങ്കിലും സിവിക് സെൻസും ബുദ്ധിയും വകതിരിവും ഒക്കെ തലൻ്റെ ഉള്ളിൽ വേണം. എന്നാലേ ഇതൊക്കെ ഒന്ന് ശരിയാവുള്ളൂ.